കുംഭമേള താരം മോണോലിസയുടെ ഭർത്താവിൻ്റെ അറസ്റ്റ് കേരള ഹൈക്കോടതി തടഞ്ഞു. അടുത്ത 1 മാസത്തേക്ക് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഹൈക്കോടതി ജസ്റ്റിസ് കൗസർ എടപ്പാളത്തിൻ്റെ വിധി. ഇന്നലെയാണ് മോണോലിസയുടെ ഭർത്താവായ മുഹമ്മദ് ഫർഹാൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതി ഇട്ടു. ഹൈക്കോടതി ജസ്റ്റിസ് കൗസർ എടപ്പാളത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു. 1 മാസത്തേനാണ് തടഞ്ഞിരിക്കുന്നത്. ഇനി മറ്റുള്ള കാര്യങ്ങളും ഇതിനെ സംബന്ധിക്കുന്ന പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് ആവശ്യമുള്ള സംരക്ഷണവും അല്ലെന്നുണ്ടെങ്കിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് മധ്യപ്രദേശ് ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ മധ്യപ്രദേശത്തിലെ അവിടുത്തെ കോടതികളിൽ പോയിക്കൊള്ളണം. അതുവരെയാണ് അറസ്റ്റ്. ഈ കേസിൻ്റെ തുടക്കം മുതൽ നമുക്കറിയാം, പ്രായപൂർത്തിയാകാത്ത കുംഭമേളയിലെ നീലക്കണ്ണുകളുള്ള പെൺകുട്ടി അത് ഇന്ത്യ മുഴുവൻ വൈറലായി. കുംഭമേള സമയത്ത് കല്ലുമാലകൾ വിറ്റ് നടന്ന ആ പെൺകുട്ടിയുടെ സൗന്ദര്യവും അതിൻ്റെ കണ്ണിൻ്റെ ആ നിറവും എല്ലാം വളരെ വൈറലായി. ഇന്ത്യ മുഴുവൻ വിദേശങ്ങളിലുമൊക്കെ ഈ പെൺകുട്ടിയുടെ കണ്ണ് ശ്രദ്ധിക്കപ്പെട്ടു. ഭർത്താവ് മുഹമ്മദ് ഫർഹാനുമായിട്ട് ഇവരടുപ്പത്തിലായി. അതിനുശേഷം കേരളത്തിൽ വന്ന് അവർ വിവാഹം നടത്തി. മധ്യപ്രദേശുകാരിയായ ഈ പെൺകുട്ടിയും യു പിക്കാരനായ മുഹമ്മദ് ഫർഹാനും അവരുടെ വിവാഹം കേരളത്തിൽ വെച്ച് നടത്തി. അതിന് സഹായം ചെയ്തു കൊടുത്തത് CPM സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ, മുൻ മന്ത്രി ശിവൻകുട്ടി, CPM ജില്ലാ സെക്രട്ടറി AA റഹീം. പിന്നെ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ആണ് ഈ വിവാഹം നടത്തിയത്. അത് പൂവാർ അരുമാനൂർ നയനാർ ദേവീക്ഷേത്രത്തിൽ വെച്ചാണ് ഈ സംസ്ഥാന CPM നേതാക്കന്മാർ ഉൾപ്പെടെ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആണല്ലോ എന്ന് വിചാരിക്കാം അവർ ഇതിന് നേതൃത്വം കൊടുത്തത്. അതോടൊപ്പം തന്നെ അരുമാനൂർ നയനാർ ദേവീക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ഹരീന്ദ്രനും സെക്രട്ടറി അജിത് കുമാറും അവിടെ വെച്ചാണ് ഈ വിവാഹം നടത്തിയത്. പക്ഷേ ഇപ്പം വരുന്നത് 2008 ജനുവരി 1 ജനിച്ച ഞാൻ പ്രായപൂർത്തിയായ വ്യക്തിയാണ് എന്നാണ് ആ പെൺകുട്ടിയുടെ വാദം. ഭർത്താവും അങ്ങനെ തന്നെ. പക്ഷേ ആ വിവാഹം 2026 മാർച്ച് 11 കേരളത്തിൽ വെച്ച് നടത്തിയത്. എന്തുകൊണ്ടാണ് അന്യസംസ്ഥാനക്കാരായ യു പിക്കാരായ ആ മണവാളനും ഈ കുംഭമേള സുന്ദരിയും മധ്യപ്രദേശുകാരിയും അവരുടെ വിവാഹം കേരളത്തിൽ വന്ന് നടത്തിയത്? ഒരാൾ മുസ്ലിം, മറ്റൊരാൾ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. ഏതായാലും മതേതര സ്വഭാവമുള്ള കേരളത്തിൽ വന്ന് അവർ നടത്തി. ഇവിടെ അവർക്ക് പിന്തുണ കിട്ടും. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നം ആ പെൺകുട്ടി മൈനറാണോ ഇല്ലയോ എന്നുള്ളതാണ്. മൈനറാണ് എന്നാണ് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത്. കേരളത്തിൽ വെച്ച് വിവാഹം നടക്കുന്നതെന്ന് അറിഞ്ഞു. ഒരു സിനിമ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവർ കേരളത്തിൽ വന്നിട്ട് ഇവിടെ വിവാഹം നടന്നു. CPM നേതാക്കന്മാർ അതിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതൊരു അമ്പലത്തിൽ വെച്ച് തന്നെ ആ വിവാഹം നടന്നു. അതിന് ആ പിതാവ് കേരളത്തിലെത്തി. തമ്പാനൂർ SHO മുമ്പാകെ വന്നിട്ട് എൻ്റെ മകൾ മൈനറാണ്, അത് തടയിടണം എന്ന് പറഞ്ഞിട്ട് SHO അത് ഇഗ്നോർ ചെയ്ത് കളഞ്ഞു എന്നാണ് വരുന്ന വാർത്ത. എന്തായാലും മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് ഈ കുട്ടി മൈനറാണ്. അതിനുള്ള നടപടികൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ ഹൈക്കോടതിയിൽ കേസുണ്ട്. ഏതായാലും ജസ്റ്റിസ് കൗസർ എടപ്പഴകത്ത് ഈ കേസ് അദ്ദേഹമാണ് പരിഗണിച്ചത്. ഇനി ഇവിടെ ഈ കേസില്ല. 1 മാസത്തിനകം നിങ്ങൾ മധ്യപ്രദേശ് കോടതിയിൽ പോയി നിങ്ങൾക്ക് ആവശ്യമായ നിയമസഹായം അല്ലെങ്കിൽ നിയമപരമായ അവകാശം നിങ്ങൾ കൈവശപ്പെടുത്തിക്കോളൂ. പക്ഷേ 1 മാസത്തേന് അറസ്റ്റ് കേരള ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നുണ്ട്. ഏതായാലും ഈ കേസ് കേരളത്തിലായതുകൊണ്ടാണ് ഇവർ ജീവനോടെ ഇരിക്കുന്നതെന്ന് അവരുടെ വക്കീൽ ഹൈക്കോടതി പറഞ്ഞപ്പം കൗസർ എടപ്പഴകത്ത് ഉടനെ റിയാക്ട് ചെയ്തു. യു ആർ ലക്കി ദാറ്റ് മാരീഡ് ഹാപ്പൻഡ് ഇൻ കേരള. അങ്ങനെ അദ്ദേഹം പ്രതികരിച്ചു. കാരണം കേരളത്തിലെ നിയമപരമായ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് കോടതികൾ വിധി പറയുന്നത്. അത് തലനാരിഴ കീറി പരിശോധിക്കും കേരളത്തിലെ ഹൈക്കോടതികളും. കേരളത്തിൽ നമുക്ക് നീതി കിട്ടാനേ
ഉള്ള സാധ്യത വളരെ മറ്റുള്ള സ്റ്റേറ്റിനെക്കാളും കൂടുതലാണ്. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചത്. കാരണം കേരളത്തിൽ ആയതുകൊണ്ട് ഇത്രയും നാൾ ഇവർ പിടിച്ചു നിന്നു. 1 മാസത്തിൽ കൂടെ നിങ്ങളുടെ അറസ്റ്റ് തടഞ്ഞു അദ്ദേഹം ഉത്തരവിറക്കി. നിങ്ങൾ മധ്യപ്രദേശ് സർക്കാരിലും അവിടുത്തെ കോടതിയിൽ പോയി നീതി തേടിക്കോണം. പക്ഷേ ഇതിനകത്ത് ഇപ്പം വരാൻ പോകുന്ന പ്രശ്നം, മധ്യപ്രദേശത്തിലെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മൈനറിനെ ഇയാൾ വിവാഹം കഴിച്ചു എന്നാണ് അവിടെ കേസ്. അത് മൈനറാണോ മേജറാണോ കുംഭമേള താരം എന്ന് അവിടെ തെളിയിക്കപ്പെടണം. അവിടുത്തെ കോടതി അത് പരിശോധിക്കും. അതേസമയത്ത് അത് മൈനറാണ് എന്ന് വന്നാൽ ആ പെൺകുട്ടി റേപ്പിന് വിധേയമായി എന്ന് പറയേണ്ടി വരും. ആ റേപ്പിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത് അതിന് കൂട്ടുനിന്ന കേരളത്തിലെ ഈ നേതാക്കന്മാരും പ്രതിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർക്ക് എന്താണ് എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ളത്? കേരള സംസ്ഥാനത്ത് ഉള്ളവരെ അല്ല ഇവർ രണ്ടുപേരും. അവർ മറ്റ് 2 സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് ഇവരതിന് സഹായിച്ചു. അവർ മൈനറാണെന്ന് അവർ ബോധ്യപ്പെട്ടിട്ടാണ് ഈ വിവാഹത്തിന് അവർ മുൻനിരയിൽ നിന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അധികമായി ഇടപെടുന്നത് അത് വളരെ പ്രയാസകരവും നിയമപരമായ ഒരു വയലേഷനും ഉണ്ടെങ്കിൽ അവർ കേസിലെ പ്രതിയാവും. മധ്യപ്രദേശത്തിലെ സർക്കാരിൻ്റെ ഈ കാര്യത്തിൽ അവരുടെ തീരുമാനങ്ങളും അവിടുത്തെ SC കമ്മീഷണറുടെ തീരുമാനങ്ങളും ഈ പെൺകുട്ടി മൈനറാണ് എന്ന് തന്നെയാണ് കാണുന്നത്. അത് UPയിലുള്ള ആ പയ്യൻ അയാൾ മേജറാണ്. പക്ഷേ മുഹമ്മദ് ഫർഹാനും ഇവരും എന്തുകൊണ്ട് കേരളത്തിൽ വന്നു, അതിൻ്റെ മോട്ടീവ് എന്താണ്, ഷൂട്ടിങ്ങിനായി കേരളത്തിൽ വന്നപ്പോൾ നടത്തിയെന്നാണ് പറയുന്നെങ്കിലും അവർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കുകയും അവർ വിവാഹം നടത്തുകയും പാർട്ടി നടത്തുകയും വിവാഹ ആഘോഷം നടത്തുകയും ഒക്കെ ചെയ്തതിൽ ഇവിടുത്തെ കേരളത്തിലെ CPMൻ്റെ നേതാക്കന്മാർ തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു നിഗമനത്തിൽ അവർ അവിടെ റേപ്പാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഇവർ അതിന് കൂട്ടുനിന്നതിന് പ്രതികളാകും. അവിടെ പോയി ജാമ്യത്തിൽ ഇറങ്ങേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്.